ഒരു വംശത്തെ മുഴുവനായും ഇല്ലാതാക്കിക്കൊണ്ട് അധികാരം കൂടുതലും ശക്തിപ്പെടുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വൃത്തികെട്ട നടപടിക്ക് ലോകം മുഴുവൻ താക്കീത് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഗാസയിൽ ചോരപ്പുഴ ഒഴുക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു. പിഞ്ചു കുഞ്ഞുങ്ങളോട് വരെ കരുണ കാണിക്കാതെയുള്ള പ്രവൃത്തിയാണ് നെതന്യാഹു നടത്തിയതും. ഒരിറ്റു വെള്ളം ഗാസയിലെത്താൻ അനുവദിക്കാതെ പട്ടിണിയെ യുദ്ധമുറയാക്കിയാണ് നെതന്യാഹു ഇത്തരത്തിൽ നാണംകെട്ട യുദ്ധം കൂടുതലും നടത്തുന്നത്. സ്വന്തം രാജ്യത്ത് വരെ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. മാത്രമല്ല, സഖ്യകക്ഷികളെല്ലാം സഹകരണം ഉപേക്ഷിച്ചിട്ടും നെതന്യാഹുവിന് അതുകൊണ്ട് ഒന്നും തന്നെ സമാധാനമാകുന്നില്ല. ലോകത്തിന്റെ മുന്നിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം. മാത്രമല്ല, ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം തീവ്രമായ കരയാക്രമണവും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഗാസയിൽ 2 മാസത്തിലേറെയായി നിലനിൽക്കുന്ന സമ്പൂർണ്ണ ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ആക്രമണം കൂടുതലും നടന്നത്. അതുപോലെ ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിറ്റിയേറ്റ് എന്ന് പേരിട്ട ആക്രമണത്തിലൂടെ ഗാസ മുനമ്പിൽ നിയന്ത്രണാധികാരം സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹുവിന്റെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല, അതിനൊപ്പം ഗാസയിലേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സഹായം അനുവദിക്കാനും അമേരിക്കൻ സർക്കാരിലെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന് മേൽ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകുന്നതിൽ തനിക്ക് ഭയമുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോൾ ബ്രിട്ടന്റെ ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഗാസയിലെ പട്ടിണി വലയ്ക്കുകയാണെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റ് അംഗങ്ങളോട് പറയുകയും ചെയ്തു. മാത്രമല്ല, ഗാസയിലെ സാഹചര്യം ബ്രിട്ടീഷ് സർക്കാർ ഒരിക്കലും അവഗണിക്കില്ലെന്നും അതുപോലെ യുദ്ധം കൂടുതൽ വഷളാകുന്നതിൽ നിന്നും ഇസ്രായേൽ ഭരണകൂടത്തെ പിന്തിരിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യം പറയുകയാണെങ്കിൽ ഇത് ജനതയുടെ അവകാശങ്ങളോടുള്ള യഥാർത്ഥത്തിലുള്ള അപമാനം കൂടിയാണ്. അതിനാൽ ഇസ്രായേലി ഭരണകൂടവുമായുള്ള ഒരു പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിക്കുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. അതേസമയം തന്നെ ഇസ്രായേലിന് അവരുടെ ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കാനുള്ള മാർഗം യുദ്ധമല്ലെന്നും ലാമി കൂട്ടിച്ചേർത്തു. അതുപോലെ മാനുഷിക സഹായങ്ങൾക്കുള്ള ഉപരോധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അനുവാദമില്ലാതെ വർദ്ധിക്കുന്നതിനെതിരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ എതിർപ്പ് ഇസ്രായേലിനെ അറിയിക്കുമെന്നും ഗാസയ്ക്കുള്ള സഹായം 11 ആഴ്ചത്തേക്ക് തടഞ്ഞത് ക്രൂരവും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് ഊന്നിപ്പറയുകയും ചെയ്യുമെന്നും ബ്രിട്ടീഷ് മന്ത്രി ഹാമിഷ് ഫൽക്കർണർ വെളിപ്പെടുത്തി രംഗത്ത് വരികയുണ്ടായി. മാത്രമല്ല, അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരമുള്ള ബാധ്യതകൾ ഇസ്രായേൽ പാലിക്കുകയും അതുപോലെ ഗാസയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും വേഗത്തിലും സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ മാനുഷിക സഹായം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. കൂടാതെ ബിരിട്ടീഷ് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇസ്രായേൽ രാജ്യത്തിന്റെ 44ാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയായിരുന്നു. ഇരു രാജ്യങ്ങളും $7.8 ബില്യൺ സാധനങ്ങളും സേവനങ്ങളും നിലവിൽ കൈമാറുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിന്റെ നിലവിലെ അതിരുവിട്ട നീക്കങ്ങൾ ഈ ബന്ധത്തിൽ വലിയ രീതിയിൽ വിള്ളൽ വീഴ്ത്തുവാനുള്ള സാധ്യതയുമാണ് യഥാർത്ഥത്തിൽ നൽകുന്നത്. ബ്രിട്ടൻ മാത്രമല്ല, നേരെ മറിച്ച് ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുമായുള്ള വ്യാപാര ബന്ധം പുനഃപരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയനും ആലോചിക്കുന്നതായി ബ്ലോക്കിലെ ഉന്നത നയതന്ത്രജ്ഞ കാജ കല്ലാസ് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. കൂടാതെ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ 27 അംഗരാജ്യങ്ങളിൽ നിന്നും ഈ തീരുമാനത്തിന് ശക്തമായ പിന്തുണയായിരുന്നു പ്രധാനമായിട്ടും ലഭിച്ചിരുന്നത്. അതുപോലെ ഗാസയിലെ അവകാശ ലംഘനത്തെക്കുറിച്ച് തനിക്ക് സംശയമില്ലെന്നും പുനഃപരിശോധന മുഴുവൻ കരാറും നിർത്തിവെക്കുന്നതിലേക്കും നയിച്ചേക്കുമെന്നാണ് ബെൽജിയം വിദേശകാര്യ മന്ത്രിയും വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, നേരെ മറിച്ച് വീണ്ടും കരയുദ്ധം ആരംഭിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ നേരത്തെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ എന്നീ രാജ്യങ്ങൾ ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു. തുടക്കത്തിൽ തങ്ങൾ പിന്തുണച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നീക്കങ്ങൾ അതിരുവിട്ടുവെന്നാണ് ഇവർ ഉയർത്തുന്ന പ്രധാന അഭിപ്രായം. പാലസ്തീനിലെ മനുഷ്യരുടെ ദുരിതം അസഹനീയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ബന്ദികളാക്കിയവരെ ഹമാസ് മോചിപ്പിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ നിലവിൽ ആവശ്യപ്പെടുകയും ചെയ്തു. കൂടാതെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ രാജ്യങ്ങൾ ഇത്ര ശക്തമായി ഇസ്രായേലിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് കൂടുതലും രംഗത്ത് വരുന്നത്. മാത്രമല്ല, മാനുഷിക സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ഗാസയിൽ എത്തിയില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഗാസയിലെ 14,000 കുട്ടികൾ വിശന്നു മരിക്കുമെന്ന് UN ഹ്യൂമാനിറ്റേറിയൻ തലവൻ ടോം ഫ്ലെച്ചർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കൂടാതെ ഗാസയിലേക്ക് അടുത്തിടെ ഒഴുകിയെത്തിയ 2.3 ദശലക്ഷം സഹായം ജനസംഖ്യയെ പോറ്റാൻ ആവശ്യമായതിന്റെ ഒരു തുള്ളി മാത്രമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കൂടാതെ കഴിഞ്ഞ 2 മാസമായി പാലസ്തീനിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം ഇസ്രായേൽ തടയുകയാണ്. അതുപോലെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം 5 ട്രക്കുകൾ ഇസ്രായേൽ അനുവദിക്കുകയും ചെയ്തിരുന്നു.
പക്ഷെ അത്രയും പേർക്ക് അതൊന്നുമാകില്ലെന്നതാണ് യാഥാർത്ഥ്യം. ലോകമെമ്പാടുമുള്ള 761 സഹായ ഗ്രൂപ്പുകളും NGOകളും ഗാസയിലെ നിർമ്മിത ക്ഷാമം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല 2 മാസത്തിലേറെയായി തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്നുകൊണ്ട് ഗാസയിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ തന്നെ ഒറ്റപ്പെട്ടു തുടങ്ങിയ ഇസ്രയേലിനെ ഉറ്റ സുഹൃത്തായ അമേരിക്ക വരെ വലിയ രീതിയിലാണ് വിലക്കിയിരിക്കുന്നത്. അതിനാൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രയേലിനെ ഉപേക്ഷിക്കുമെന്നായിരുന്നു ട്രംപ് ഭരണകൂടം പ്രധാനമായിട്ടും അറിയിച്ചതും. മാത്രമല്ല തുടക്കത്തിൽ ഇസ്രയേലിനൊപ്പം നിൽക്കുകയും അതുപോലെ യുദ്ധത്തിന് ആയുധവും പണവും നൽകി അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്ത പല സഖ്യകക്ഷികളും ഇന്ന് ഇസ്രയേലിനെ കൈവിട്ടിരിക്കുകയാണ്. പിന്തുണ നിർത്തിയെന്നത് മാത്രമല്ല, നേരെ മറിച്ച് ഇസ്രയേലുമായുള്ള സാമ്പത്തിക ബന്ധം വളരെ പുനഃപരിശോധിക്കാൻ പലരും ചിന്തിച്ചു തുടങ്ങുകയാണ് ഇപ്പോൾ. ഇപ്പോഴത്തെ തീരുമാനങ്ങൾ നെതന്യാഹു മാറ്റിയില്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തന്നെ നെതന്യാഹുവും ഇസ്രയേൽ എന്ന രാജ്യവും ഒറ്റപ്പെടുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് അധികം വൈകുകയുമില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. പാലസ്തീനിൽ കഴിഞ്ഞ 19 മാസത്തോളമായി കൂട്ടക്കുരുതി തുടരുന്ന സയനിസ്റ്റ് രാജ്യത്തിന് ശക്തമായ മുന്നറിയിപ്പുമായി സഖ്യരാഷ്ട്രങ്ങൾ രംഗത്തും വന്നിരുന്നു. ഗാസയിൽ വീണ്ടും സൈനിക ആക്രമണം തുടരാനാണ് ഇസ്രയേലിന്റെ പദ്ധതിയെങ്കിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സൈനിക ആക്രമണം നിർത്തിവെക്കുകയും അതുപോലെ സഹായങ്ങൾ എത്തുന്നത് തടയുന്ന നടപടി അവസാനിപ്പിക്കുകയും ഇസ്രയേൽ ചെയ്യണം. ഇതില്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടിയായിരിക്കും ഉണ്ടാകുമെന്ന് ഈ 3 രാജ്യങ്ങളും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു.